നീ എന്താ ഇവിടെ വന്ന് പരിശോധന നടത്തുന്നത്? പരിശോധനയോ? എന്തു പരിശോധന? എനിക്ക് കൂടി അവകാശപ്പെട്ട പ്രോപ്പർട്ടി അല്ല ഇത്. ഞാനൊന്ന് വന്ന് കാണുന്നതിന് എന്താ കുഴപ്പം? അതിനെ പരിശോധന എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ആ, നീ അത് വിട്. നീ ഗേറ്റ് കടന്ന് ഇവിടേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി? അതുമാത്രമല്ല, നീ US പോകുന്നതിന് മുമ്പ് 100 കൂട്ടം തിരക്കുള്ളായി ഞങ്ങളിവിടെ ബിസി ആയിരിക്കുമ്പോൾ ഇവിടെ റെനോവേഷനും പെയിന്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കാൻ നിന്നോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, നീ കേട്ടില്ല. എന്നിട്ട് ഇപ്പോഴത്തെ ഈ വരവാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കറക്റ്റ്. അളകനന്ദയുമായി കല്യാണം നടക്കുന്ന സമയത്ത് 2 ദിവസം ഇവിടെ വന്ന് താമസിച്ചോളാൻ നമ്മൾ പറഞ്ഞതാ. എന്നിട്ട് ഇവൻ വന്നില്ല. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ പട്ടിക്കാട്ടിലെ ഈ വീട് വിട്ടിട്ട് സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ. എന്നിട്ടാ ഇപ്പൊ സ്വന്തം പ്രോപ്പർട്ടിയോട് വല്ലാത്തൊരു പ്രേമം. ഈ കാലം മനുഷ്യരിൽ മാറ്റങ്ങൾ വരുത്തുമേ. അളകനന്ദയെ നിറഞ്ഞ മനസ്സോടെ കെട്ടിച്ചു തന്ന് അനുഗ്രഹിച്ച നിങ്ങൾ തന്നെ ഒടുവിൽ അവളെ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ എല്ലാം. അഭിപ്രായം എന്നത് ഇരുമ്പുലക്കല്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോ. ആ ശരിയാ, മാറ്റം നന്നായിട്ട് കാണുന്നുണ്ട്. ഞങ്ങള് മാത്രമല്ല, നാട്ടുകാരും. നന്ദയുമായുള്ള ബന്ധം ലീഗലായി വേർപെടുത്തുന്നതിന് മുമ്പേ തന്നെ കണ്ട പെണ്ണുങ്ങളെ കാറിൽ കയറ്റി കറങ്ങാൻ തുടങ്ങിയതല്ലേ നീ? നോ, പെണ്ണുങ്ങളല്ല, പെണ്ണ്. ഒരേ ഒരു പെണ്ണ്. ആയിക്കോട്ടെ. നിന്റെ ആ പുതിയ ഹീറോയിൻ ഉണ്ടല്ലോ, ആ അജ്ഞാത സുന്ദരി, അവളിപ്പോ എവിടെയാണെന്ന് പറഞ്ഞാ മതി. ഈ ചോദ്യത്തിന് ഞാൻ സമയമാകുമ്പോ മറുപടി തന്നാ പോരെ? ഇപ്പൊ തന്നെ തന്നേ പറ്റൂന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, ഈ വീട് എന്തിനാ ഇപ്പൊ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്? ഒരു പാർട്ടി റെന്റിന് ചോദിച്ചിരുന്നു. ആള് വന്ന് കാണുമ്പോ ക്ലീനായി കിടക്കട്ടെ എന്ന് കരുതി. അപ്പോ അകത്താരോ താമസിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ. ആരാ അവിടെ താമസം? എടാ, അത് പിന്നെ ബാത്റൂമിലും സീലിംഗിലും ഒക്കെ റിപ്പയർ പണികൾ നടത്താൻ പറഞ്ഞ അവർക്ക് താമസിക്കാൻ ഒരു മുറി റെഡിയാക്കി കൊടുത്തതാ. പണിക്കാരുന്ന് അവധിയാ, അതവിടെ കാണാത്തെ. എന്താ ഇന്നിവിടെ താമസിക്കാനോ മറ്റോ പ്ലാൻ ഉണ്ടോ നിനക്ക്? വേണമെങ്കിൽ മുറി റെഡിയാക്കിയിടാൻ ഏർപ്പാട് ചെയ്യാം. താമസിക്കണമെന്ന് തോന്നിയാ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഞാൻ വന്ന് താമസിക്കും. അത് ഇന്നാവാം, നാളെ ആവാം. സമയമാവുമ്പോ അറിയിച്ചോളാം രണ്ടാളെ. നീ ഇപ്പൊ എങ്ങോട്ടാ? സ്വത്തും വീടും ഒക്കെ വേറെ ഉണ്ടല്ലോ നമുക്ക്. അവിടെയൊക്കെ ഞാനൊന്ന് കയറി നോക്കട്ടെ. നിങ്ങൾക്കേ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നാലെ വന്നാൽ മതി. അതെ, നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന രഹസ്യമില്ലേ, അതെനിക്ക് കണ്ടെത്തിയേ പറ്റൂ. കണ്ടെത്തും ഞാൻ ഉടൻ തന്നെ.